സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, അവിയലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നല്ലൊരു അവിയൽ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഏത്തക്കയാണ്, പച്ച നേന്ത്രക്കായ എന്നും പറയും. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അതിനുശേഷം കൊത്തമര അല്ലെങ്കിൽ അമരയ്ക്ക എന്നൊക്കെ പറയും, അതിന് പകരം ബീൻസ് ആയാലും മതി. അതിനുശേഷം ആഡ് ചെയ്യുന്നത് കത്തിരിക്കയാണ്. പിന്നെ ചേന, കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നും മതി. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബീൻസ് ഇല്ലെങ്കിലും ഇതൊക്കെ ഓപ്ഷണലാണ്. അമരയ്ക്ക, ബീൻസ് അതിലേതെങ്കിലും ഒന്നായാലും മതി. പിന്നെ മുരിങ്ങയ്ക്കയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ചേർക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പടവലങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ മത്തങ്ങ, പിന്നെ അവസാനമായിട്ട് പച്ചമുളകും കൂടിയാണ് ചേർക്കുന്നത്. ഇതിലെല്ലാ വെജിറ്റബിൾസും എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര വെജിറ്റബിൾസ് ഉണ്ടോ അത് മാത്രം ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓയിലെല്ലാം ഈ വെജിറ്റബിൾസിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പെല്ലാം നല്ല വെജിറ്റബിൾസിൽ പിടിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അവിയൽ നിങ്ങൾക്ക് നല്ലൊരു വെന്ത് കുഴഞ്ഞ ആ ഒരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിലാണ് കിട്ടേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ 1-1.5 കപ്പോ അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് ഈ നമ്മുടെ അരപ്പെല്ലാം വെജിറ്റബിൾസിൽ പറ്റിയിരിക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ രീതിയിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയം നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. കൂടിപ്പോയാൽ 1-2 ടേബിൾ സ്പൂൺ. അതല്ല എങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് കഴുകി എടുക്കുമ്പോൾ ഇച്ചിരി ഒരു നനവുണ്ടാവുമല്ലോ, അത് തന്നെ ധാരാളമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ഒരു ലോ അല്ലെങ്കിൽ ലോയിൽ നിന്ന് ഒരല്പം കൂടുതൽ അത്രയും മാത്രം വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവും, വെജിറ്റബിൾസ് നേരെ വേവത്തുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്, ഏകദേശം ഒരു 5-6 ചെറിയ ഉള്ളി. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി, അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, നമ്മുടെ ഉള്ളിയുടെ കഷ്ണമൊക്കെ കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏത് രീതിയിലായി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം ഒരു 1/2 വേവ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഏകദേശം 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരും ചേർത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം 1/2 വേവ് ആയത് കാരണം നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അവിയൽ ഉടഞ്ഞു പോകാതെ നമുക്ക് നല്ലൊരു പരുവത്തിൽ തന്നെ കിട്ടും. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൊടുത്ത് ചെറുതായിട്ടൊരു മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ച് മുഴുവനെ വേവിക്കാം. ഈ ഒരു ടൈമിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ തൈരിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഞാൻ ഏകദേശം ഒരു 7-8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പൂർണ്ണമായിട്ട് വെന്ത് നല്ല പരുവത്തിനിരിപ്പുണ്ട്. നമ്മുടെ തൈരിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ സൈഡിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചെറിയ കാര്യം കൂടെ ചെയ്താൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി, അതായത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്തായിട്ടൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ.
അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് നല്ലൊരു ഡ്രൈ ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ സദ്യക്ക് വേണ്ട ബാക്കി കറികളുടെ റെസിപ്പി പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ എല്ലാ റെസിപ്പിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ അനദർ വീഡിയോ. സീ യു. ബൈ.